പാളയിലാണ് പടയണിക്കോലങ്ങൾ രൂപപ്പെടുന്നത്. ഒരു വർഷത്തെ ഉത്സവത്തിന് മാത്രം 100 കണക്കിന് പാളകൾ ആവശ്യമായി വരും. അനുയോജ്യമായ പാളകൾ തേടി നാടാകെ അലഞ്ഞത് ഇലന്തൂരിനി ഭൂതകാല ഓർമ്മയാണ്. ഭഗവതിക്കുന്നിലെ പടയണി ഒരുക്കത്തിനി ഗ്രാമത്തിൽ നിന്നുള്ള പാളകൾ മതിയാകും. ഗ്രാമത്തിലാകെ 10,000 കൗങ്ങിൻ തൈകൾ നട്ടുപിടിപ്പിക്കാനുള്ള ശ്രമത്തിന് വേരുറച്ചത് 5 വർഷം മുൻപാണ്. ലക്ഷ്യം പാതി കടന്നതോടെ ഗ്രാമം സ്വയം പര്യാപ്തതയിലേക്ക് അടുക്കുകയാണുണ്ടായത്. പാളപ്രതിസന്ധിക്ക് പരിഹാരം കവുങ്ങ് കൃഷി മാത്രമാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് ശ്രീദേവി പടയണി സംഘമാണ്. പണ്ടുള്ള കാലങ്ങളിൽ ഒരു മരം വെട്ടിക്കഴിഞ്ഞാൽ 5 മരം അല്ലെങ്കിൽ ഇത്ര മരം വെക്കണമെന്നൊരു നിയമമൊക്കെ ഉണ്ടായിരുന്നു. ആ നിയമമൊക്കെ ഇന്ന് അതൊന്നും പ്രാബല്യത്തിൽ ഇല്ല. എങ്കിൽ പോലും ഇത് പടയണിയുടെ ഒരു തലമെന്ന് പറഞ്ഞാൽ വിശ്വാസവും ഭക്തിയുമാണ്. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ വീടുകളിൽ ഈ കവുങ്ങിൻ തൈകൾ കൊടുക്കുമ്പോൾ അവരത് പരമാവധി സംരക്ഷിക്കുകയും ഈ കവുങ്ങ് നട്ടു വളർത്തി വലുപ്പമാകുമ്പോൾ അതിൽ നിന്നൊരു പാളയെങ്കിലും ഈ പടയണിക്ക് ഭഗവതി അമ്മയ്ക്ക് കൊടുക്കുക എന്നുള്ള ആ ഒരു ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെ ഒരു വലിയ തലം ഇതുണ്ട്. ഓരോ വീട്ടിലേക്കും 4-5 തൈകൾ വീതമാണ് നൽകിയത്. ഹൈന്ദവരല്ലാത്തവരും തൈകൾ സ്വീകരിച്ച് നട്ടു നനച്ചു പരിപാലിച്ചു. ഇത് ഇലന്തൂരിൻ്റെ പൈതൃക ശോഭയായി തിളങ്ങി നിൽക്കുകയാണ്. പോയ വർഷത്തെ പടയണിക്ക് 80% പാളകളും നാട്ടിൽ നിന്ന് തന്നെയാണ് ശേഖരിച്ചത്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന പടയണിക്ക് ഏകദേശം 4000 പാളകളാണ് വേണ്ടിവരിക. നമുക്ക് ആവശ്യത്തിന് പാള കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രദേശങ്ങളിലെല്ലാം കുട്ടികളും മുതിർന്നവരും പടയണി സംഘത്തിലെ പ്രധാന ആൾക്കാരും കൂടെ കൂടി അമ്മയുടെ നാമധേയത്തിൽ അമ്മയുടെ പ്രധാന വഴിപാടിന് വേണ്ടി വെച്ചതാണ് ഈ കമുകുകളെല്ലാം. അത് ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമാണ്. പുതുതലമുറയിൽ വലിയൊരു ശതമാനം പടയണിയിലേക്ക് ആകർഷകരായി വരുന്നത് പ്രവർത്തനങ്ങൾക്ക് ആകമാനം ജീവൻ പകരുന്നുമുണ്ട്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.